നമസ്കാരം. ലൈസിയം അക്കാഡമിയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് നടന്ന കേട്ടിട്ട് കാറ്റഗറി 1-ലെ EVS ഭാഗത്തെ 30 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളുമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. EVS ഭാഗത്തെ 30 ചോദ്യങ്ങളും അവയുടെ ഉത്തരങ്ങളും. ഓക്കെ, അപ്പോൾ അതിലെ ഒന്നാമത്തെ ചോദ്യം, അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ 5E നേടിയ അറിവിന്റെ പ്രയോഗം ഉറപ്പാക്കുന്ന ഘട്ടം ഏതാണ് എന്നതാണ്. അപ്പോൾ ഇതിൽ ഓപ്ഷൻ ഡി ആണ്, എലാബറേറ്റ് എന്നതാണ് ഇതിന്റെ ഉത്തരം. അപ്പോൾ 61ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. അന്വേഷണാത്മക പഠന രീതിയുടെ ഘട്ടങ്ങളിൽ 5E നേടിയ അറിവിന്റെ പ്രയോഗം, 5E ഘട്ടങ്ങളിൽ അല്ലെങ്കിൽ എന്താണ് 5E കൺസ്ട്രക്റ്റീവ് സ്റ്റേജസ് ആണ്. അതിൽ അറിവിന്റെ പ്രയോഗം ഉറപ്പാക്കുന്നത് എലാബറേറ്റ് ആണ്, അല്ലെങ്കിൽ ഓപ്ഷൻ ഡി ആണ് ഉത്തരം. താഴെ പറയുന്നതിൽ 4 വേര് പഠനം ഉള്ള സസ്യം ഏതാണ്? 4 വേര് പഠനമുള്ള സസ്യം ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. 62ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്, കവുങ്ങ് ആണ്. ഓപ്ഷൻ ഡി, കവുങ്ങ്. ഓക്കെ, അടുത്ത 63ാമത്തെ ചോദ്യമാണ്, അധ്യാപകർക്ക് പാഠാസൂത്രണത്തിനും കുട്ടികൾക്ക് യൂണിറ്റ് അവസാനം നേടിയ ആശയങ്ങൾ സ്വയം വിലയിരുത്താനും സഹായിക്കുന്ന ഒരു പഠനതന്ത്രം ഏതാണ്? സ്വയം വിലയിരുത്താൻ സഹായിക്കുന്ന ഏതാണ്? ആശയ പഠം അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പ് എന്നതാണ്. ഓക്കെ, 63ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ആശയ പഠം അല്ലെങ്കിൽ കൺസെപ്റ്റ് മാപ്പ് എന്നാണ് കൂടുതൽ ശരിയായ ഉത്തരം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ്? വിഷമില്ലാത്ത പാമ്പുകൾ ഏതൊക്കെയാണ്? 64ാമത്തെ ചോദ്യം, പെരുമ്പാമ്പ്, വില്ലൂന്നി, വെള്ളിവരയൻ എന്നിവയാണ് ശരിയായ ഉത്തരം. അപ്പോൾ 64ാമത്തെ ചോദ്യം, വിഷമില്ലാത്ത പാമ്പുകൾ, പെരുമ്പാമ്പ്, വില്ലൂന്നി, വെള്ളിവരയൻ എന്നിവയാണ് ശരിയായ ഓപ്ഷൻ. അപ്പോൾ 64 ഓപ്ഷൻ ഡി. അടുത്തൊരു ചോദ്യം, 65, കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകം ഏതാണ് എന്ന് ചോദിച്ചിട്ടുണ്ട്. 65ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, മാംസ്യമാണ്. കാർബൺ, ഹൈഡ്രജൻ, ഓക്സിജൻ, നൈട്രജൻ എന്നീ മൂലകങ്ങൾ അടങ്ങിയ പോഷകമാണ് മാംസ്യം. 65 ഓപ്ഷൻ ബി, മാംസ്യം ആണ്. 66ാമത്തെ ചോദ്യം, താഴെ പറയുന്ന ഗ്രഹങ്ങളിൽ ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്തത് ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അത് നെപ്റ്റ്യൂൺ ആണ്. ഭൂമിയിൽ നിന്ന് നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാൻ കഴിയാത്ത ഗ്രഹം നെപ്റ്റ്യൂൺ ആണ്. അപ്പോൾ 66ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ്. ഓക്കെ, അടുത്ത 67ാമത്തെ ചോദ്യമാണ്, പരിസര പഠന ക്ലാസ്സിൽ ഉപകരണം രൂപകൽപ്പന ചെയ്യാനുള്ള പ്രവർത്തനം കുട്ടിക്ക് നൽകുന്നതിലൂടെ ടീച്ചർ ഊന്നുന്നത് ഏത് മേഖലയുടെ വികസനത്തിനായിരിക്കും എന്ന് ചോദിച്ചിട്ടുണ്ട്. അത് സർഗാത്മകത മേഖല എന്നാണ് കൂടുതൽ ശരി. 67ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്, സർഗാത്മക മേഖല. ഓക്കെ, ഓപ്ഷൻ ബി. അടുത്ത 68ാമത്തെ ചോദ്യം, ജലം എന്ന യൂണിറ്റിൽ ജലത്തിന്റെ ഉപയോഗം, ജലസ്രോതസ്സുകൾ, ജലത്തിന്റെ അവസ്ഥകൾ, അവസ്ഥാമാറ്റങ്ങൾ എന്നീ ആശയങ്ങൾ പ്രതിപാദിക്കുന്നു. ഇത് പരിസര പഠന പാഠ്യപദ്ധതിയുടെ ഏത് സവിശേഷതയാണ് സൂചിപ്പിക്കുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ജലം എന്ന ആശയം വീണ്ടും വീണ്ടും ആവർത്തനത്തിലൂടെ എന്ത് ചെയ്യുന്നു? കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതുപോലെ തന്നെ പല മേഖലകളും ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ ചാക്രികമാണോ ഉദ്ഗ്രഥിതമാണോ എന്നൊരു സംശയം വരും. ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ്, അല്ലെങ്കിൽ ഉദ്ഗ്രഥിത സമീപനമാണ് കൂടുതൽ ശരി. പല മേഖലകളെ കൂട്ടിയോജിപ്പിക്കുന്നുണ്ട്. അപ്പോൾ 68 ഓപ്ഷൻ സി, ഉദ്ഗ്രഥിത സമീപനം, ഇന്റഗ്രേറ്റഡ് അപ്രോച്ച് ആണ് ശരിയായ ഉത്തരം. 69ാമത്തെ ചോദ്യം, നിരന്തര വിലയിരുത്തൽ, ആത്യന്തിക വിലയിരുത്തൽ എന്നിവയിലെ ഒരു കുട്ടിയുടെ നില കൃത്യമായി പ്രതിപാദിക്കുന്ന രേഖ ഏതാണ്? ഒരു കുട്ടിയുടെ നില കൃത്യമായി പ്രതിപാദിക്കുന്ന രേഖ എന്ന് പറയുന്നത് പഠന പുരോഗതി രേഖയാണ്. 69 ഓപ്ഷൻ സി ആണ്, പഠന പുരോഗതി രേഖ. അടുത്ത 70 വളരെ സിമ്പിൾ ആയിട്ടുള്ള റെലവന്റ് ആയിട്ടുള്ള ഒരു ചോദ്യമാണ്, ഡോക്ടർ MS സ്വാമിനാഥൻ വികസിപ്പിച്ച സബർമതി സൊണോറ എന്നത് ഏത് വിള ഇനമാണ്? സബർമതി സൊണോറ എന്നത് ഗോതമ്പിന്റെ അത്യുൽപാദന ശേഷിയുള്ള ഇനമാണ്. 70ാമത്തെ ചോദ്യം ഗോതമ്പാണ്, ഓപ്ഷൻ ബി, ഗോതമ്പ് ആണ്, ഓർത്തിരിക്കുക. അടുത്തൊരു ചോദ്യം, ഖരാവസ്ഥയിലുള്ള ചില വസ്തുക്കൾ ചൂടാക്കുമ്പോൾ ദ്രാവകാവസ്ഥയിലേക്ക് പോകാതെ ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ നേരിട്ട് വാതക അവസ്ഥയിലോട്ട് പോകുന്നതിനെ എന്തെന്ന് പറയുന്നു? അതിന് നമ്മൾ എന്തെന്ന് പറയും? അതിനെ സബ്ലിമേഷൻ എന്ന് പറയും. അല്ലെങ്കിൽ 71ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഉൽപ്പതനം ആണ്, സബ്ലിമേഷൻ. ഓക്കെ, ഖരാവസ്ഥയിലുള്ള വസ്തുക്കൾ നേരിട്ട് വാതകാവസ്ഥയിൽ പോകുന്നതിന് നമ്മൾ ഉത്പതനം എന്നാണ് പറയുന്നത്. അടുത്ത് ചാന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് ഏതാണെന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. ഓപ്ഷൻ ഏതാണ്? 72ാമത്തെ ചോദ്യം LVM-3 എന്നതാണ് ശരിയായ ഉത്തരം. ചന്ദ്രയാൻ 3 വിക്ഷേപണത്തിന് ഉപയോഗിച്ച റോക്കറ്റ് LVM-3 എന്നതാണ്. LVM-3. 72ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ഡി ആണ്. മണിപ്പൂരിന്റെ തലസ്ഥാനം ഏതാണെന്ന് ചോദിച്ചിട്ടുണ്ട്. വളരെ സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. മണിപ്പൂരിന്റെ തലസ്ഥാനമാണ് ഇംഫാൽ. മണിപ്പൂരിന്റെ തലസ്ഥാനമാണ് ഇംഫാൽ. ഭൂമിയിൽ ജീവന്റെ നിലനിൽപ്പിന് ആവശ്യമായ താപനില ക്രമീകരിക്കുന്ന പ്രതിഭാസത്തെയാണ് നമ്മൾ വിളിക്കുന്നത് ഹരിതഗൃഹ പ്രഭാവം. 74ാമത്തെ ചോദ്യത്തിന്റെ ഉത്തരം ഓപ്ഷൻ ബി ആണ്. പൊള്ളലേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ ഏതാണ്? പൊള്ളലേറ്റാലുള്ള പ്രഥമ ശുശ്രൂഷ എന്താണ്? പൊള്ളലേറ്റ
ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കൽ എന്നതാണ് ശരിയായ ഉത്തരം. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവരും എഴുതിയിട്ടുള്ളത് പൊള്ളലേറ്റ ഭാഗത്ത് ഐസ് പാക്കറ്റ് വയ്ക്കുക എന്നതാണ്. ഐസ് പാക്കറ്റ് വയ്ക്കുന്നത് എപ്പോഴാണ്? നിങ്ങൾക്ക് മൂക്കിൽ നിന്ന് അമിത രക്തസ്രാവം ഉണ്ടാകുമ്പോഴൊക്കെയാണ് ഐസ് പാക്ക് ഉപയോഗിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് ശരിയായ ഉത്തരം. പൊള്ളലേറ്റ ഭാഗത്ത് തണുത്ത വെള്ളം ഒഴിക്കൽ ആണ് ഏറ്റവും ശരിയായിട്ട് ചെയ്യേണ്ട പ്രാഥമിക കർത്തവ്യം. ഓക്കെ, അടുത്ത് 76ാമത്തെ ചോദ്യം. പരിസരത്തെക്കുറിച്ച് പരിസരത്തിന് വേണ്ടിയുള്ള പഠനമാണ് പരിസര പഠനം. ഇതിൽ പരിസരത്തെക്കുറിച്ച് എന്നുള്ളത് എന്തിനെക്കുറിച്ച് സൂചിപ്പിക്കുന്നു എന്നാണ് ഒരു ചോദ്യം. 76ാമത്തെ ചോദ്യം. അത് ഉള്ളടക്കമാണ് ഇതിന്റെ ഉത്തരം. ഉള്ളടക്കം. 76 ഉള്ളടക്കം. ഇനി 77 ഇഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവനകൾ ഏതൊക്കെയാണെന്നാണ് 77ാമത്തെ ചോദ്യം. ഇഞ്ചിയുമായിട്ട് ബന്ധപ്പെട്ട് ഏതൊക്കെയാണ് ശരിയായ പ്രസ്താവന? ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണ്. അതുപോലെ തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണെന്നത് ശരിയായ ഉത്തരം ആണ്. അതുപോലെ തന്നെ ബഹുവർഷികളാണ്. ബഹുവർഷികൾ. അപ്പോൾ 1ഉം 3ഉമാണ് ശരി. അപ്പോൾ 1ഉം 3ഉം ശരിയായിട്ടുള്ള ഓപ്ഷൻ ബി ആണ്. ഇഞ്ചി ഒരു ഭൂകാണ്ഡമാണ്, ബഹുവർഷികൾ ആണ്. ഓക്കെ, ഭൂകാണ്ഡവും ബഹുവർഷിയുമാണ് ഇഞ്ചി. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ശരിയായ ഉത്തരം. 1ഉം 3ഉമാണ് ശരി. താഴെ പറയുന്നതിൽ വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? വൈറസ് രോഗത്തെ എന്തെന്ന് പറയും? ചിക്കൻ പോക്സ്. ചിക്കൻ പോക്സ് എന്ന് പറയും. വൈറസ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ചിക്കൻ പോക്സ്. അടുത്ത് 79ാമത്തെ ചോദ്യം. താഴെ പറയുന്നതിൽ ലോകാരോഗ്യ സംഘടന നിർദ്ദേശിച്ച ജീവിത നൈപുണ്യങ്ങളിൽ വരാത്തത് ഏതാണ്? ജീവിത നൈപുണ്യങ്ങളിൽ വരാത്തത് ആശയധാരണ, സ്വയം അറിയൽ, വികാരങ്ങളുമായി പൊരുത്തപ്പെടൽ, ക്രിയാത്മക ചിന്ത. ഇതിൽ ഏതാണ് വരാത്തത്? 79ൽ ഓപ്ഷൻ എ ആണ് ശരി. ആശയധാരണ എന്നതാണ് വരാത്തത്, ബാക്കിയെല്ലാം വരും. ഓക്കെ, 79 ഓപ്ഷൻ എ ആണ് വരുന്നത്. ഇനി അടുത്ത് 80ാമത്തെ ചോദ്യം. മണ്ണിൽ ചപ്പുചവറ് കൊണ്ട് പുതയിടുന്നത് കൊണ്ടുള്ള മെച്ചങ്ങൾ എന്തെല്ലാമായിരിക്കും? മണ്ണിലെ ജൈവാംശം കൂടുന്നു, ശരിയാണ്, മെച്ചമാണ്. സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു, ശരിയാണ്. മണ്ണിലെ ജലത്തിന്റെ ബാഷ്പീകരണ നിരക്ക് കൂടുന്നു, അത് തെറ്റാണ്. ബാഷ്പീകരണ നിരക്ക് കുറയുന്നു, ജലാകിരണ ശേഷി കൂടുന്നു. അപ്പോൾ 1ഉം 2ഉം 4ഉമാണ് ശരി. 1ഉം 2ഉം 4ഉം ശരിയായിട്ടുള്ളത് ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ഉത്തരം. 1ഉം 2ഉം 4ഉം ശരിയാണ്. മണ്ണിലെ ജൈവാംശം കൂടുന്നു, സൂക്ഷ്മജീവികളുടെ എണ്ണം കൂടുന്നു, മണ്ണിന്റെ ജലാകിരണ ശേഷി കൂടുന്നു എന്നതൊക്കെ ശരിയായിട്ട് നമുക്ക് പറയാം. 2023 ഏത് ദിനാചരണവുമായി ബന്ധപ്പെട്ടാണ് ഐക്യരാഷ്ട്രസഭ മണ്ണും ജലവും ജീവന്റെ ഉറവിടം എന്ന പ്രമേയം നിർദ്ദേശിച്ചിട്ടുള്ളത്? ഏത് ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ്? മണ്ണ് ദിനമാണ്. ഡിസംബർ 5-ാം തീയതിയാണ് മണ്ണ് ദിനം. അപ്പോൾ 2023 ഡിസംബർ 5 മണ്ണ് ദിനവുമായിട്ട് ബന്ധപ്പെട്ട് കൊണ്ടുവന്ന ഒരു തീമാണ് മണ്ണും ജലവും ജീവന്റെ ഉറവിടം. മണ്ണ് ദിനവുമായിട്ട് ബന്ധപ്പെട്ടാണ്, സോയിൽ ഡേ. 82 കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാണ്? കണ്ണിലെ ലെൻസ് അതാര്യമാകുന്നത് മൂലം ഉണ്ടാകുന്ന രോഗത്തെ എന്തെന്ന് പറയും? അതിന് നമ്മൾ വിഷമദൃഷ്ടി എന്ന് പറയും. വിഷമദൃഷ്ടി. ഓപ്ഷൻ ബി ആണ് വിഷമദൃഷ്ടി. ഓക്കെ, വിഷമദൃഷ്ടിയാണ് ശരിയായ ഉത്തരം. 82 ബി. ഇനി അടുത്ത് 83 ആണ്. 83 കടൽ ജലം ശുദ്ധീകരിച്ച് കുടിവെള്ളമാക്കുന്ന പ്ലാന്റുകൾ പ്രയോജനപ്പെടുത്തുന്ന പ്രക്രിയ ഏതാണ്? കടൽ ജലം ശുദ്ധീകരിക്കുന്നതിന് ഉപയോഗിക്കുന്ന ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്രക്രിയയാണ് റിവേഴ്സ് ഓസ്മോസിസ്. 83ാമത്തതിന്റെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം. റിവേഴ്സ് ഓസ്മോസിസ് എന്നാണ് കൂടുതൽ ശരിയായ ഉത്തരം. താഴെ പറയുന്നതിൽ കാലാവസ്ഥാ മാറ്റം കുറയ്ക്കാനുള്ള മാർഗങ്ങൾ ഏതാണ്? കാലാവസ്ഥാ മാറ്റം കുറയ്ക്കുന്നതിന്, അപ്പോൾ ക്ലൈമറ്റ് ചേഞ്ച് കുറയ്ക്കാൻ എന്തൊക്കെ ചെയ്യാം? വനനശീകരണം കുറയ്ക്കുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ശരിയാണ്, ഓപ്ഷൻ 1 ശരിയാണ്. വനവൽക്കരണം കൂട്ടുക, ഫോസിൽ ഇന്ധനങ്ങളുടെ ഉപയോഗം കുറയ്ക്കുക. ശരിയാണ്. ഇനി വനനശീകരണം കുറയ്ക്കുക, ജനസംഖ്യ വളർച്ച കുറയ്ക്കുക, അതും ശരിയാണ്. എന്നാൽ വനവൽക്കരണം കൂട്ടുക, ഊർജ്ജ ഉപയോഗം കൂട്ടുക എന്ന് പറയുന്നത് തെറ്റാണ്. ഊർജ്ജ ഉപയോഗം കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ പറയുന്ന ക്ലൈമറ്റ് ചേഞ്ച് കൂടും. അപ്പോൾ ഇത് വരില്ല. അപ്പോൾ 1ഉം 2ഉം 3ഉം ശരിയാണ്. 1ഉം 2ഉം 3ഉം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 1ഉം 2ഉം 3ഉം. ഓക്കെ, അപ്പോൾ അത് ഓപ്ഷൻ ഡി ആണ്. 84ാമത്തെ ചോദ്യം. ക്ലൈമറ്റ് ചേഞ്ച് അല്ലെങ്കിൽ കാലാവസ്ഥ മാറ്റം കുറയ്ക്കുന്നതിന് എന്താണ് 1ഉം 2ഉം 3ഉം ഇതിനകത്ത് വരും എന്ന് ഓർത്തിരിക്കുക. അടുത്ത 85ാമത്തെ ചോദ്യം. ഫലപ്രദമായ പാഠ്യപദ്ധതി വിനിമയത്തിന് വേണ്ടി തന്റെ സ്കൂളിന് ചുറ്റുമുള്ള പരിസര പഠന ഉപാധികൾ ഉൾപ്പെടുത്തി ടീച്ചർ തയ്യാറാക്കുന്ന രേഖ. സ്കൂളിന് ചുറ്റുമുള്ള കാര്യങ്ങൾ മാത്രം ഉൾപ്പെടുത്തി തയ്യാറാക്കുന്നതാണ് വിഭവ ഭൂപടം. വിഭവ ഭൂപടം, റിസോഴ്സ് മാപ്പ് എന്ന് പറയും. വിഭവ ഭൂപടമാണ് ശരിയായ ഉത്തരം. 85 ഓപ്ഷൻ സി ആണ് ശരി. പൂക്കളുടെ മണം, നിറം, വലിപ്പം, ആകൃതി എന്നിവ വ്യത്യസ്തമാണെന്ന് മനസ്സിലാക്കുന്ന പഠന നേട്ടം ആർജിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ പഠന സങ്കേതം ഏതാണ് എന്നതാണ് ഒരു ചോദ്യം. 86ാമത്തെ ചോദ്യം. 86ാമത്തെ ചോദ്യം ഏതാണ്? 86ാമത്തെ ചോദ്യം ഓപ്ഷൻ എ ആണ് ഉത്തരം. ജൈവ വൈവിധ്യ ഉദ്യാനത്തിൽ നിന്ന് നമുക്ക് എന്താണ് പൂക്കളുടെ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അടുത്ത 87ാമത്തെ ചോദ്യമാണ്. 87 ഒരു മാച്ചിങ് ടൈപ്പ് ആണ്. തെറ്റായ ജോഡി ഇതിൽ ഏതാണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഇതിൽ 2 തെറ്റുകളുണ്ട്. അതിൽ ഏറ്റവും വലിയ തെറ്റ് ഹൈഡ്രോമീറ്റർ ആണ്. അപ്പോൾ നമുക്കിത് ഇതിന്റെ ഉത്തരമായിട്ട് എടുക്കാം. ഹൈഡ്രോമീറ്റർ നമ്മുടെ ഡെൻസിറ്റി ഓഫ് വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലിക്വിഡിന്റെ ഒരു ദ്രവത്തിന്റെ
സാന്ദ്രതയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹൈഡ്രോമീറ്റർ. അന്തരീക്ഷ ഈർപ്പം അളക്കുന്നത് ഹൈഗ്രോമീറ്റർ ഉപയോഗിച്ചിട്ടാണ്, ആർദ്രത. അപ്പോൾ ഇത് തെറ്റാണെന്ന് നമുക്കറിയാം. അപ്പോൾ ഇതിൽ തെറ്റാണ് ചോദിച്ചിട്ടുള്ളത്. ഓപ്ഷൻ എ ആണ് ഉത്തരം. അന്തരീക്ഷ താപനില അളക്കുന്ന തെർമോമീറ്റർ, അന്തരീക്ഷ മർദ്ദം രസബാരോമീറ്റർ ആണ്. കാറ്റിന്റെ ദിശ അളക്കുന്ന ഉപകരണം ശരിക്കും പറഞ്ഞാൽ അത് അനിമോമീറ്റർ അല്ല, വിൻഡ് വെയിൻ ആണ്. എന്നാൽ ഇവിടെ നമുക്ക് അനിമോമീറ്റർ കുറച്ച് ഇതുമായിട്ട് കാറ്റുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ഇത് ശരിയാണെന്ന് നമുക്ക് പറയാം. ഓക്കെ, ഇത് പകുതി ശരിയാണ്. അപ്പോൾ ഇത് ഓർത്തിരിക്കുക. അപ്പോൾ ഇതിൽ ഏറ്റവും വലിയ തെറ്റെന്ന് പറയുന്നത് അന്തരീക്ഷ ഈർപ്പം അല്ലെങ്കിൽ ആർദ്രത അളക്കുന്നത് ഹൈഡ്രോമീറ്റർ എന്ന് പറയുന്നത് തെറ്റാണ്. അപ്പോൾ 87 ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരാൻ സാധ്യതയുള്ളത്, ഇതിന്റെ ഉത്തരമായിട്ട് വരാൻ സാധ്യതയുള്ളത്. ഇനി 88 താഴെ പറയുന്നതിൽ പുനരുത്പാദിപ്പിക്കാൻ കഴിയാത്ത ഊർജ്ജ വിഭവം ഏതാണ്? പുനരുത്പാദിപ്പിക്കാൻ കഴിയാത്തത് ഏതാണ്? പ്രകൃതിവാതകമാണ്. നമുക്ക് ഭൗമ ഊർജവും ഏതാണ്? 88-ല് പ്രകൃതിവാതകം നമുക്ക് വീണ്ടും ഉൽപ്പാദിപ്പിച്ചെടുക്കാൻ കഴിയില്ല, നോൺ റിന്യൂവബിൾ ആണ്. ലോവർ പ്രൈമറി ക്ലാസ്സുകളിൽ പഠന പ്രക്രിയയുടെ ഭാഗമായി പട്ടികകൾ, ചിത്രങ്ങൾ, പോസ്റ്ററുകൾ, വിവരണങ്ങൾ എന്നിവ തയ്യാറാക്കുന്ന കുട്ടിയിൽ വികസിക്കുന്ന അടിസ്ഥാന പ്രക്രിയാശേഷി ഏതാണ്? അടിസ്ഥാന പ്രക്രിയാശേഷി ഏതാണ്? 89ാമത്തെ ചോദ്യം ആശയവിനിമയ ശേഷിയാണ്. ആശയവിനിമയ ശേഷി 89 ഓപ്ഷൻ ബി ആശയവിനിമയ ശേഷി ആണ്. അടുത്ത് ഏറ്റവും അവസാനത്തെ ചോദ്യം ഇഗ്ലൂവുമായിട്ട് ബന്ധപ്പെട്ട്. ഇഗ്ലൂ എന്ന് പറയുന്ന ഒരു വീടുണ്ട്, ഓക്കെ, പോളാർ റീജിയൻസിലുള്ള. അപ്പോൾ ഇഗ്ലൂവുമായിട്ട് ബന്ധപ്പെട്ട് തെറ്റായ പ്രസ്താവന ഏതാണ്? തെറ്റായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ്. പുറത്തെ താപനിലയേക്കാൾ അകത്തെ താപനില കുറവായിരിക്കും എന്ന് പറയുന്നത് തെറ്റാണ്, കൂടുതലായിരിക്കും. അപ്പോൾ ഓപ്ഷൻ സി ആണ് തെറ്റായിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്തിട്ടുള്ളത് ഇന്ന് നടന്ന പരീക്ഷയിൽ, ഇന്ന് നടന്ന കാറ്റഗറി 1 പരീക്ഷയിലെ 30 EVS ചോദ്യങ്ങളാണ്. അപ്പോൾ കേട്ടറ്റിനും സീറ്ററ്റിനും സെറ്റിനും ഒക്കെ ലൈസിയം അക്കാഡമി ക്ലാസ്സുകൾ നൽകുന്നുണ്ട്. അപ്പോൾ സീറ്ററ്റിനും സെറ്റിനും വേണ്ടിയിട്ട് നമ്മളൊരു ക്രാഷ് കോഴ്സ് ഒക്കെ ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാർക്ക് അയച്ചു കൊടുക്കുക. അവർക്ക് ഇത് വെച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അവരുടെ റിസൾട്ട്, ടെൻറ്റേറ്റീവ് ആയിട്ടുള്ള റിസൾട്ട് മനസ്സിലാക്കാൻ കഴിയും. അതുപോലെ തന്നെ ക്ലാസ്സുകൾക്കായി നിങ്ങൾക്ക് ലൈസിയം അക്കാഡമിയിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. താങ്ക് യു.